മുഷ്ടി ചുരുട്ടി VS മരണമില്ല എന്ന് വിളിച്ചു പറയുന്ന അനുയായികൾക്കും ആരാധകർക്കും നടുവിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിനുള്ളിൽ നമ്മുടെ സമാദരണീയരായ ഒരുപാട് നേതാക്കന്മാരുമുണ്ട്. വാഹന വ്യൂഹത്തിന് പുറമേ ഒരുപാട് ജനങ്ങൾ അകമ്പടി സേവിച്ചാണ്. ഒരുപക്ഷെ തലസ്ഥാന നഗരത്തിൽ അദ്ദേഹം കഴിഞ്ഞിട്ടുള്ള കൊല്ലങ്ങൾക്ക് എണ്ണമില്ല. ഇപ്പോൾ ദർബാർ ഹാളിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ദർബാർ ഹാളിൽ എല്ലാവിധമായ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ യാത്രയിൽ ഒരുപാട് കാലം ഒന്നിച്ച് യാത്ര ചെയ്ത സഹപ്രവർത്തകരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം VS അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ താല്പര്യപ്പെട്ട് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഒരുപാട് ജനങ്ങളും സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും കാത്തു നിൽക്കുന്നുണ്ട്. ഉച്ചയാകുമ്പോൾ അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആലപ്പുഴയ്ക്ക് ദേശീയ ഹൈവേ വഴി തിരിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. VS അച്യുതാനന്ദൻ ഒരു പൊളിറ്റിക്കൽ പുള്ളറായി മാറുമ്പോൾ, ഒരു രാഷ്ട്രീയ ക്രൗഡ് പുള്ളറായി മാറുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരുപാട് ആളുകൾ വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ ചാട്ടുളി പോലെ അദ്ദേഹത്തിൻ്റെ കയറുന്ന വിമർശനങ്ങളൊക്കെ തന്നെ ഏറ്റുവാങ്ങിയവരുമൊക്കെ തന്നെ VS അച്യുതാനന്ദൻ എന്ന വ്യക്തിപ്രഭാവത്തെ മനസ്സിലാക്കിയിരുന്നു. കാരണം അദ്ദേഹത്തിന് ജനങ്ങളായിരുന്നു എല്ലാം എന്നുള്ളതാണ്. നേതാക്കന്മാർക്കപ്പുറം കടന്നു പോകുന്ന രാഷ്ട്രീയ ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നത് പാളയത്ത് VGT ഹാളിന് മുന്നിലൂടെ ഉള്ള യാത്ര അയ്യങ്കാളി സ്മാരക ഹാൾ എന്ന് പേരിട്ടിരിക്കുന്ന VGT ഹാളിൻ്റെ മുന്നിലൂടെയാണ് ഇപ്പോൾ വാഹനവ്യൂഹം കടന്നു പോകുന്നത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിലൂടെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ദർബാർ ഹാളിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്ര നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ പതുക്കെ മാത്രമേ നീങ്ങാൻ കഴിയുന്നുള്ളൂ. അത്ര കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഈ മഴ മാറി നിൽക്കുന്ന ഈ വേളയിൽ ആളുകൾ കാത്തു നിൽക്കുകയാണ്. തങ്ങളുടെ ഇതികാത്ത രാഷ്ട്രീയ നേതാവായി മാറിയ, തങ്ങളുടെ ജീവിതത്തിലൊക്കെ തന്നെ വലിയ സ്വാധീനം ചെലുത്തിയ, സാധാരണക്കാരൻ്റെ പടത്തലവനായി മാറിയ VS അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാൻ ജനങ്ങൾ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിക്കുകയാണ്. ഈ VS അച്യുതാനന്ദന് മരണമില്ല. എന്നും നിത്യതാരകേ മനുഷ്യ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. വിപ്ലവ സൂര്യന് വിട നൽകാൻ ഒരുങ്ങുകയാണ് തലസ്ഥാന നഗരം. ഇപ്പോൾ അല്പസമയത്തിനകം ദർബാർ ഹാളിൽ പൊതുദർശനം ആരംഭിക്കും. സെക്രട്ടറിയുടെ ഉള്ളിൽ ഒരുപക്ഷേ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഒരുപാട് നിശ്ചിതമായ തീരുമാനങ്ങളെടുത്ത നേതാക്കന്മാരെയും ജനങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ അതേ സെക്രട്ടേറിയറ്റ് ഹാളിലേക്ക്, ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം എത്തും. വിജയകുമാർ കൂടി നമുക്കൊപ്പം ശരിയാണ്. വിജയകുമാർ, ഈ നടവഴികളിലൊക്കെ തന്നെ VS അച്യുതാനന്ദൻ എന്ന പോരാളി അദ്ദേഹം നടുക്കിയിട്ടുണ്ട്. ഈ നഗരത്തെ അദ്ദേഹം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, അമ്പരപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും ഓർക്കാപ്പുറത്ത് കടന്നു വന്നിട്ടുണ്ട്. ജനങ്ങളുടെ ആരവം കേട്ടാൽ, ജനങ്ങളുടെ മുദ്രാവാക്യം വിളികൾ കേട്ടാൽ, ജനസഞ്ചയത്തിൻ്റെ ശക്തി സാധ്യതകൾ കണ്ടാൽ സർവ്വവും മറക്കുന്ന VS അച്യുതാനന്ദൻ എന്ന നേതാവിൻ്റെ ചേതനയേറ്റ ശരീരവുമായി ആംബുലൻസ് ഇപ്പോൾ സെക്രട്ടറിയുടെ ഉള്ളിലേക്ക് കടക്കാൻ ഇനി വളരെ വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രം മതി. വിജയകുമാർ, വളരെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രം മതി ഇനി ഈ വാഹന വ്യൂഹം, ഈ വിലാപയാത്ര ദർബാർ ഹാളിലേക്ക് എത്താൻ. പാളയവും ഒക്കെ കടന്നിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു മനുഷ്യ മഹാസമുദ്രം തീർത്ത് ഈ വിലാപയാത്ര. വഴിയരികളിൽ കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ ആംബുലൻസിലേക്ക് നോക്കി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും VS എന്ന ആ വലിയ നേതാവിന്, മഹാനായ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാനായി വഴിയരികിൽ കാത്തു നിൽക്കുകയാണ്. ദർബാർ ഹാളിൽ ഇനി എത്ര ആളുകൾക്ക്, ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ അവിടേക്ക് വന്ന് അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു പക്ഷേ കഴിയണമെന്നില്ല. അതിന് അവിടെ ചില നിയന്ത്രണങ്ങളൊക്കെ ദർബാർ ഹാളിൽ പൊതുവെ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ആ നിയന്ത്രണങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് അവിടേക്ക് എല്ലാവർക്കും എത്താൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഈ റോഡിന് ഇരുവശത്തും എനിക്ക് തോന്നുന്നു എത്രത്തോളം ആ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് എന്നെനിക്കറിയില്ല. റോഡിന് ഇരുവശത്തും ഇങ്ങനെ മുഷ്ടി ചുരുട്ടി VSന്റെ ഭൗതിക ശരീരം കിടത്തിയിരിക്കുന്ന ആംബുലൻസിനെ നോക്കി മുഷ്ടി ചുരുട്ടി ഒരു മുദ്രാവാക്യം മുഴക്കിയാണ് അവർ പ്രിയപ്പെട്ട നേതാവിന് വിട നൽകാൻ ഒരുങ്ങുന്നത്. അദ്ദേഹം എത്രയോ വലിയ പൊതുസമ്മേളനങ്ങളിൽ, മഹാസമ്മേളനങ്ങളിൽ പങ്കെടുത്ത തിരുവനന്തപുരത്തിൻ്റെ
നഗരവീഥികളിലൂടെയാണ്. അദ്ദേഹം എത്രയോ വലിയ സമരങ്ങൾ നയിച്ച തിരുവനന്തപുരത്തിന്റെ മഹാവീതിയിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിശ്ചലമായ ശരീരം ഒരു വിലാപയാത്രയായി കടന്നു പോകുന്നത്. അദ്ദേഹം എത്രയോ തീരുമാനങ്ങളെടുത്ത, കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണ നിയമ മേഖലകളിൽ വലിയ നിർണായക തീരുമാനങ്ങളെടുത്ത ആ ദർബാർ ഹാളിലേക്ക്, സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് ആ വിലാപയാത്ര നീങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലം, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലം, ജനപ്രതിനിധി എന്ന നിലയിൽ, അതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ, ഇടതുമുന്നണിയുടെ കൺവീനർ എന്ന നിലയിൽ അദ്ദേഹം എത്രയോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങളുടെ പ്രതിധ്വനികൾ ആദ്യം അലയടിച്ച ഈ തിരുവനന്തപുരം എന്ന മഹാനഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി ഈ വിലാപയാത്ര, 10,000-കണക്കിന് ആളുകളും അവരുടെ മധ്യത്തിൽ ഈ ആംബുലൻസും ഒക്കെ ഈ യാത്ര ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ, ഈ കേരളത്തിലെ പൊതുസമൂഹം എത്രത്തോളം സ്നേഹത്തോടെയാണ്, എത്രത്തോളം ആദരവോടെയാണ് VS എന്ന നേതാവിനെയും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കണക്കാക്കിയത് എന്നത് തെളിയിക്കുന്നതാണ് ഈ വൈകാരിക നിമിഷങ്ങൾ എന്ന് നിശ്ചയമായും പറയാം SKN. കാരണം അവരുടെ ജീവിതത്തിൽ VS അച്യുതാനന്ദൻ എന്ന ദൂരങ്ങളിലൊക്കെ ആയിരങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. ഈ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ നൽകാനായി ആയിരങ്ങൾ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അലക്സ് റാം മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. അലക്സ് റാം, സെക്രട്ടറിയുടെ പരിസരങ്ങളൊക്കെ തന്നെ ആളുകൾ വലിയ നീണ്ട നിര ഞാൻ കാണുന്നുണ്ട്. ഇതിൻ്റെ ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. AG's ഓഫീസിൻ്റെ ഇടവഴികളിലൂടെയാണ് ഇപ്പോൾ, ഈ രാജവീതിയിലൂടെയാണ് ഇപ്പോൾ ഈ വാഹനവ്യൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിമിഷങ്ങൾ മതി സെക്രട്ടറിയിലേക്ക് കയറാൻ. ഈ ആളുകളൊക്കെ തന്നെ മണിക്കൂറുകളായി അദ്ദേഹത്തിൻ്റെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തങ്ങൾ പുതിയ തലമുറയ്ക്കൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത പന്ഥാവിലൂടെയുള്ള വെളിച്ചം പകർന്ന ഗാഥകൾ അറിയില്ലെങ്കിൽ പോലും കേട്ടറിവിലിറങ്ങി ഈ നഗരത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ നഗരത്തിൻ്റെ നടുവിൽ എത്തിയിട്ടുണ്ട്. സെക്രട്ടറിയുടെ ഏറ്റവും മുന്നിലായിട്ടുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അലക്സ് റാം മുഹമ്മദ് കൂടി തത്സമയം ചേരുകയാണ്. അലക്സ്, പറയൂ. എസ്കേൻ കാണുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക്, അതായത് VSന്റെ കർമ്മപാന്താവിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ദീർഘകാലം നിയമസഭാ സാമാജികനായും ഒക്കെ തന്റെ ഭരണ കർത്തവ്യങ്ങൾ നിർവഹിച്ച ആ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് VS എത്തുന്നു. VSനെ കാണാൻ സെക്രട്ടേറിയറ്റിന്റെ ഇരുവശത്തും ജനാരവം, അവർ ബാരിക്കേഡ് വെച്ച ജനങ്ങളെ തടഞ്ഞിട്ടുണ്ട് സ്കേൻ. അത്തരത്തിൽ വലിയ ജനാരവം അവിടെയുണ്ട്. ജനങ്ങൾ അങ്ങനെ കാത്തു നിൽക്കുന്നു. ജനങ്ങൾ അകത്തേക്ക് ഇനിയും പ്രവേശിപ്പിച്ചിട്ടില്ല. അവരെ പ്രത്യേക ബാരിക്കേഡ് വഴിയാണ് അകത്തേക്ക് കയറ്റിവിടാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ക്രമീകരണമാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആംബുലൻസ് അത് സമര ഗേറ്റ് വഴി VSന്റെ ഭൗതികദേഹം കൊണ്ടുള്ള ആംബുലൻസ് സമര ഗേറ്റ് വഴി അകത്തേക്ക് കയറുന്നു. സമര പോരാളിയെ ഇതാ സമര ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിച്ച് ഈ ദർബാർ ഹാളിലേക്ക് എത്തുന്നു. SKN, ഇതൊരു വൈകാരിക നിമിഷമാണ്. VSനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച്, VSനെ ആരാധിക്കുന്നവരെ സംബന്ധിച്ച്, VSനെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഒരു വൈകാരിക നിമിഷമാണ്. കാരണം VSനെ പലപ്പോഴും കാണാൻ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തോ VSന്റെ ഓഫീസിലേക്കൊക്കെ എത്തിയ ആളുകൾ ഇപ്പോൾ പുറത്ത് VSനെ അവസാനമായി കാണാൻ വന്ന് നിൽപ്പുണ്ട്. അവർ വൈകാരികമായ ഭാവങ്ങൾ ഒക്കെ നമുക്ക് പ്രകടമാണ്. അതെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഈ യാത്രയിലുടനീളം. ഈ വിലാപയാത്ര ഇവിടേക്ക് എത്തിയ സമയത്തുടനീളം ഇരുവശത്തും ഇത്തരത്തിൽ പ്രവർത്തകർ തമ്പടിച്ചിരുന്നത് നമ്മൾ കണ്ടു. VSനെ അഭിവാദ്യം ചെയ്യുന്നത്,